റിപ്പോർട്ടർ ചാനലിലെ ഈ അധമൻ ഈ വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത് കൊന്ന് കെട്ടിത്തൂക്കിയ ആ ക്രിമിനലിനെ വെളുപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു സംഭവം ഒരുപക്ഷെ മലയാള പത്രപ്രവർത്തക പാരമ്പര്യത്തിൽ, മലയാളത്തിന്റെ ഇത്തരത്തിലുള്ള ഒരു ജേർണലിസ്റ്റ് പാരമ്പര്യത്തിലെ ഏറ്റവും അപലപനീയമായ, ഏറ്റവും ലജ്ജാകരമായ ഒരു ദൃശ്യമായിരുന്നു അത്. ഈ ഒരു കാമപിശാചിനെ കൊണ്ട് നിർത്തിയിട്ട് അവനെ കൊണ്ട് സംസാരിപ്പിക്കുകയാണ്, അവനെ വെള്ളപൂശുകയാണ്. ഗോവിന്ദസ്വാമിയെ കിട്ടാത്തത് കൊണ്ടായിരിക്കും അരുണ് ആ ഒരു അല്ലെങ്കിൽ ഗോവിന്ദസ്വാമിയെയും കൊണ്ടിരുത്തി അരുൺ പറയിപ്പിക്കും, സൗമ്യയെ ഞാൻ ഒരു മകളോടുള്ള വാത്സല്യം കൊണ്ട് ഞാൻ അവളെ ഇങ്ങനെ വാരിപ്പുണർന്നതായിരുന്നു, അപ്പോൾ ആ പെൺകുട്ടി മരിച്ചുപോയി എന്നൊക്കെ ആയിരിക്കും ഗോവിന്ദസ്വാമി പറയുക. അതും അരുൺ പറയിപ്പിക്കും കേട്ടോ. അപ്പോൾ ഈ അരുൺ അങ്ങനെ ചെയ്തു. പീഡിപ്പിച്ചുകൊണ്ടിരുന്ന ഒരുത്തന്റെ ഇന്റർവ്യൂ എടുക്കാൻ ഉളുപ്പ് തോന്നാത്ത ചാനലാണ് ഇപ്പോൾ കുറച്ച് വോയിസ് ക്ലിപ്പ് എടുത്ത് വീശി സദാചാരത്തിന്റെ സ്റ്റഡി ക്ലാസ് നടത്തുന്നത്. എന്ന് പറഞ്ഞ് തുപ്പുകയാണ് അഞ്ജു പാർവതി പ്രഭീഷ്. ആ റിപ്പോർട്ടർ ചാനലിലെ എഡിറ്റോറിയൽ ഡെസ്കിലേക്കാണ്, ഈ മൊട്ട അരുണിന്റെ മുഖത്തേക്കാണ് ഈ അഞ്ജു പാർവതി തുപ്പുന്നത് കേട്ടോ. എന്നിട്ട് അഞ്ജു പാർവതിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് തുടരുകയാണ് ഇങ്ങനെ: രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന രാഷ്ട്രീയ നേതാവിന്റെ കോഴിത്തരം എന്തായാലും മുകളിൽ കണ്ടതുപോലെ നികൃഷ്ടമല്ല. ഏറ്റവും ആപ്റ്റായ പദപ്രയോഗമാണ് അഞ്ജു പാർവതി നടത്തിയത്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന രാഷ്ട്രീയ നേതാവിന്റെ കോഴിത്തരം, ഇതിന് പറയാ കോഴിത്തരം എന്നാണ്. അതിൽ ഒരുപാട് കോഴികൾ നമ്മുടെ ഇടയിലൊക്കെ ഉണ്ട്. ഇങ്ങനെയുള്ള കോഴിത്തരം എന്തായാലും മുകളിൽ കണ്ടതുപോലെ നികൃഷ്ടമല്ല. മൊട്ടാരും ചെയ്തതുപോലെ കൊലയാളിയെ കൊണ്ടിരുത്തിട്ട്, ഒരു പെൺകുട്ടിയെ പിച്ച് ചീന്തിയ കൊലയാളിയെ മുന്നിൽ കൊണ്ടിരുത്തി വെള്ളപൂശുക എന്ന് പറയുന്ന ഏറ്റവും നികൃഷ്ടമായ പരിപാടി രാഹുൽ മാങ്കൂട്ടൻ ചെയ്തിട്ടില്ല. പണ്ടത്തെ ഈ മുത്തുച്ചിപ്പി മാഗസീനൊക്കെ പോലെ അതിനോട് സാദൃശ്യമുള്ള തരത്തിലുള്ള ഈ ഇക്കിളി കഥകൾ, അതായത് ഈ ഇക്കിളി സംഭാഷണങ്ങൾ ആൾക്കാരെ ഇങ്ങനെ ഹരം പിടിപ്പിക്കാൻ വേണ്ടി കൊടുത്തുകൊണ്ടിരിക്കുന്ന ഉളുപ്പും മാനുമില്ലേ ഈ ഇത്തരത്തിലുള്ള മാധ്യമ പ്രവർത്തകർ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇത് അപരിചിതരായ സ്ത്രീകളോടല്ല. ഇവര് ദിവസങ്ങളോളം, ആഴ്ചകളോളം, മാസങ്ങളോളം, വർഷങ്ങളോളം ഇവര് പരസ്പരം ചാറ്റ് ചെയ്യുകയും പരസ്പരം കാര്യങ്ങളൊക്കെ ചെയ്യുകയൊക്കെ ചെയ്ത ആൾക്കാർക്കെതിരെയാണ് ഇങ്ങനെ പരാതി പറയുന്നതാണ്. അതല്ലാതെ അപരിചിതയായ ഒരു സ്ത്രീയോട് കയറിങ്ങാണ്ട് ലൈംഗിക അതിക്രമം നടത്തുകയൊന്നുമല്ല ഇവിടെ. ഈ റിനി ആൻ ജോർജ് എന്ന് പറയുന്ന പെൺകുട്ടിയാവട്ടെ, അവന്തികയാവട്ടെ, ഇത്തരത്തിൽപ്പെട്ട പരാതി ഉന്നയിച്ച സ്ത്രീകളാവട്ടെ, മറ്റൊന്ന് ഈ ഒരു ഗർഭത്തിന്റെ സംഭാഷണം നമ്മൾ ചിലപ്പോൾ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് കരയണോ ചിരിക്കണോ എന്നൊന്നും അറിയാത്തൊരവസ്ഥ വരും. ആ പെൺകുട്ടി ശരിക്കും രാഹുലിനോട് ആ രീതിയിലല്ല രോഷം പ്രകടിപ്പിക്കുന്നത്. ഇത് ഇവർ തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റിന്റെ ഭാഗമായിട്ട് സംഭവിച്ച, ഇന്ത്യയിൽ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് പ്രായപൂർത്തിയായ ഒരു സ്ത്രീക്കും പുരുഷനും ലൈംഗികമായി ബന്ധപ്പെടാനും അവരുടേതായ ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള എല്ലാവിധ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ഇതൊക്കെ എവിടെയോ വെച്ചിട്ട് ഇവരുടെ ഈ ഒരു റിലേഷൻ പൊട്ടുമ്പോഴാണ് ഇവരെന്ത് ചെയ്യുന്നത്, ഈ തരത്തിലുള്ള ഒരു സ്ത്രീ പീഡനം എന്ന് പറയുന്നത്. അതായത് കോടതികൾ പോലും ഇപ്പം പറയുന്നുണ്ട്, കോടതികൾ പോലും ഈ വേടന്റെ കാര്യത്തിൽ പോലും, വേടൻ എന്ന് പറഞ്ഞാൽ ചില്ലറക്കാരനല്ല, നമുക്കൊക്കെ അറിയാം. വേടന്റെ കാര്യത്തിൽ പോലും ഹൈക്കോടതി പറഞ്ഞത് എന്താണ്? കാരണം കൺസെന്റോട് കൂടിയിട്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്തിട്ട് ഇനി വിവാഹ വാഗ്ദാനം നൽകി ഇങ്ങനെ ചെയ്താൽ തന്നെ ഇത് ഈ പറയുന്ന പീഡനത്തിന്റെ പരിധിയിലും വരില്ലെന്ന് കോടതികൾ പോലും പറയുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. രാഷ്ട്രീയത്തില് എതിരാളിയെ എങ്ങനെയാണ് ശ്രീനിവാസന്റെ സിനിമയിൽ സഖാവ് കുമാരപ്പിള്ള പറയുന്നുണ്ടല്ലോ, ഒരു യുവ നേതാവിനെ ഇല്ലായ്മ ചെയ്യാൻ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് അവനെതിരെ ഒരു പെണ്ണുകേസ് ഉണ്ടാക്കണോ എന്നാ പറഞ്ഞത്. ഒരു പെണ്ണുകേസ് ഉണ്ടാക്കുക. അത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ സ്വന്തം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയ ഒരു പെണ്ണ് കേസാണ് ഇത് എന്നാണ് ഞാൻ കരുതുന്നത്. ഇനി അഥവാ മറ്റു പാർട്ടികളാണെങ്കിൽ അങ്ങനെ മറ്റു പാർട്ടികൾ ഉണ്ടായ ഒരു പെണ്ണ് കേസ് ഇതിന് ആധാരമായ അല്ലെങ്കിൽ ഇതിന്റെ പശ്ചാത്തലം ഒരുക്കിക്കൊണ്ടുള്ള കുറെ വിക്രികളൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കും. ഞാൻ ഈ അഞ്ജു പാർവതിയുടെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് വയ്ക്കുന്നവരെ രസകരമായ ഒരു സംഭവമാണ്. ശരിക്കും ഇതാണ് സത്യം. അഞ്ജു പറയുന്നത് എന്താണെന്നറിയോ? വാസവദത്തയുടെ ചാരിത്ര്യ പ്രസംഗം എന്ന് കേട്ടിട്ടുണ്ടോ? അങ്ങനെയാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് തുടങ്ങുന്നത്. വാസവദത്തയുടെ ചാരിത്ര്യ പ്രസംഗം എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ മലമുറി ചാനൽ കഴിഞ്ഞ 3 ദിവസമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അവിഹിത എഞ്ചിനിലേക്ക് ഒന്ന് നോക്കിയാൽ മതി. കുറെ വോയിസ് ക്ലിപ്പുകളും ചാറ്റ് സ്ക്രീൻഷോട്ടുകളും എടുത്ത് വീശി അവർ സ്ത്രീ സുരക്ഷയുടെ സൈറൺ മുഴക്കുന്നു. ബ്ലോക്ക് ബട്ടൺ ഓപ്ഷൻ എന്തെന്നറിയാത്ത ഏതൊക്കെയോ കുറെ സ്ത്രീകളുടെ മാനാഭിമാനങ്ങൾക്ക് വേണ്ടി ഉച്ചത്തിൽ എഞ്ചിൻ പ്രവർത്തിപ്പിക്കുന്നു. അതിന് എന്ത് ധാർമ്മികതയാണ് ഈ ചാനലിൽ ഉള്ളത് എന്നാണ് അഞ്ജു ചോദിക്കുന്നത്. ഈ റിപ്പോർട്ടർ ചാനലിന് എന്ത് ധാർമ്മികതയാണ് ഇതൊക്കെ പറയാൻ വേണ്ടി? അതായത് ഇതിൽ ഏറ്റവും പ്രസക്തമായ കാര്യം ഇതാണ്. അതായത് നമ്മുടെ എല്ലാവരുടെയും മൊബൈൽ ഫോണില് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നമ്മുടെ ഈ ഗാഡ്ജറ്റില്
ബ്ലോക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു കോൾ, ഇഷ്ടമില്ലാത്ത ഒരു ചാറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വ്യക്തിയെ നിങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യാം, ആ നിമിഷം ബ്ലോക്ക് ചെയ്യാം, തീർന്നു, പിന്നെ ഇടപാടില്ല. നിങ്ങൾ പിന്നെയും തുറന്നു വെച്ചിട്ട് ഈ മനുഷ്യനെ കൊണ്ട് കാര്യങ്ങളൊക്കെ പറയിപ്പിച്ച് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇതൊക്കെ കൊടുത്ത് എന്താ പറയാ ഈ പൊതു സമക്ഷത്തിൽ ഇങ്ങനെ കാണിക്കുക. ഈ റിപ്പോർട്ടർ ചാനൽ പോലുള്ള കുറെ ചാനലുകാര് ഇതിങ്ങനെ എടുത്ത് വീശുക. ഇതിനെതിരെയാണ് അഞ്ജു പാർവതി രോഷം കൊള്ളുന്നത്. ഈ റിപ്പോർട്ടർ ചാനലിന് ഇതൊക്കെ പറയാൻ എന്ത് ധാർമ്മിക, എന്താ പറയാ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൈവിരൽ ചൂണ്ടാൻ റിപ്പോർട്ടർ ചാനലിലെ ഒരു റിപ്പോർട്ടറായ അല്ലെങ്കിൽ ഒരു ആങ്കറായ അല്ലെങ്കിൽ അവിടുത്തെ ഒരു മാധ്യമ പ്രവർത്തകർ പറയാൻ അറപ്പാണ് എനിക്ക്. ആ മൊട്ട അരുൺ എന്ന് പറയുന്ന ആ മാധ്യമ പ്രവർത്തകൻ എന്ന് വിളിക്കുന്ന ആ വ്യക്തി എത്രമാത്രം അധമനാണ് എന്ന് അഞ്ജു പാർവതി പറയുകയാണ് കേട്ടോ. കേവലം 6 വയസ്സ് മാത്രം ഉണ്ടായിരുന്ന വണ്ടിപ്പെരിയാറിലെ പൊടിക്കുഞ്ഞ് തൂങ്ങി നിന്നാടിയത് ഒരു കാമപിശാചിന്റെ മനോവൈകൃതം കൊണ്ടായിരുന്നു. ഓർമ്മയുണ്ടല്ലോ, വണ്ടിപ്പെരിയാറിൽ ഒരു 6 വയസ്സുകാരിയെ പിച്ചി ചീന്തിയ ഒരു കസ്മലൻ, ഒരു സഖാവാണ്. അയാളെ കോടതി വെറുതെ വിടുകയൊക്കെ ചെയ്തിരുന്നു. 3 വയസ്സ് മുതൽ ബിസ്ക്കറ്റ് കൊടുത്ത് ആ പൊടിക്കുഞ്ഞിനെ വശത്താക്കി അതിന്റെ ഇളംമേനി കൊത്തിപ്പറിച്ച കഴുകൻ അർജുൻ എന്നായിരുന്നു അവന്റെ പേര്. അർജുൻ ഒടുക്കം അതിനെ കൊന്നു കെട്ടിത്തൂക്കി. അർജുൻ എന്ന റീസൈക്കിൾ കേരളയുടെ ഭാഗമായ സഖാവിനെ ആരും മറന്നിട്ടില്ല. അർജുൻ എന്ന് പറയുന്ന ആ സഖാവിനെ ആരും മറന്നിട്ടില്ല. രാഷ്ട്രീയ ഇടപെടൽ കൊണ്ട് ഒടുക്കം കൃത്യമായ തെളിവുകൾ നിരത്താതെ വെറും പേരിന് മാത്രമുള്ള ഒരു പോക്സോ കേസായി അത് കോടതി മുമ്പിൽ എത്തിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞു. അർജുനെ വെറുതെ വിടാൻ ഇടയാക്കിയ ഒരു സംഭവം എന്ന് പറയുന്നത് ഇത് പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായ കൃത്യമായ അലംഭാവമായിരുന്നു. ഒടുക്കം ഡിസംബർ 2023 അവനെ കോടതി വെറുതെ വിട്ടു. ഇപ്പോൾ വീണ്ടും ആ കേസ് ഓപ്പൺ ചെയ്തു എന്നറിയുന്നു. അതോടെ നിൽക്കട്ടെ. ആദ്യമായി ഒരു ബാലപീഡകനെ വിളിച്ചു വരുത്തി ഇന്റർവ്യൂ എടുപ്പിക്കാൻ, അവന് വെളുപ്പിക്കാൻ തക്ക തൊലിക്കട്ടി ഒരു ചാനലിനും ഒരു ജേർണലിസ്റ്റിനും ഉണ്ടായതിന്റെ ചിത്രമാണ് മുകളിൽ. അതായത് അഞ്ജു പാർവതി ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് ഫേസ്ബുക്ക് പോസ്റ്റിന്റെ തുടക്കത്തിൽ. ആ ചിത്രം എന്ന് പറയുന്നത് ഡോക്ടർ അരുൺകുമാർ എന്ന് പറയുന്ന റിപ്പോർട്ടർ ചാനലിലെ ഈ അധമൻ ഈ വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത് കൊന്ന് കെട്ടിത്തൂക്കിയ ആ ക്രിമിനലിനെ വെളുപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു സംഭവം. ഒരുപക്ഷെ മലയാള പത്രപ്രവർത്തക പാരമ്പര്യത്തിൽ, മലയാളത്തിന്റെ ഇത്തരത്തിലുള്ള ഒരു ജേർണലിസ്റ്റ് പാരമ്പര്യത്തിലെ ഏറ്റവും അപലപനീയമായ, ഏറ്റവും ലജ്ജാകരമായ ഒരു ദൃശ്യമായിരുന്നു അത്. ഈ ഒരു കാമപിശാചിനെ കൊണ്ട് നിർത്തിയിട്ട് അവനെ കൊണ്ട് സംസാരിപ്പിക്കുകയാണ്, അവനെ വെള്ളപൂശുകയാണ്. ഗോവിന്ദസ്വാമിയെ കിട്ടാത്തത് കൊണ്ടായിരിക്കും അരുണ് അല്ലെങ്കിൽ ഗോവിന്ദസ്വാമിയെയും കൊണ്ടിരുത്തി അരുൺ പറയിപ്പിക്കും. സൗമ്യയെ ഞാൻ ഒരു മകളോടുള്ള വാത്സല്യം കൊണ്ട് ഞാൻ അവളെ ഇങ്ങനെ വാരിപ്പുണർന്നതായിരുന്നു, അപ്പോൾ ആ പെൺകുട്ടി മരിച്ചുപോയി എന്നൊക്കെ ആയിരിക്കും ഗോവിന്ദസ്വാമി പറയുക. അതും അരുൺ പറയിപ്പിക്കും കേട്ടോ. അപ്പോൾ ഈ അരുൺ അങ്ങനെ ചെയ്തു. പീഡിപ്പിച്ചുകൊണ്ടിരുന്ന ഒരുത്തന്നെ ഇന്റർവ്യൂ എടുക്കാൻ ഉളുപ്പ് തോന്നാത്ത ചാനലാണ് ഇപ്പോൾ കുറച്ച് വോയിസ് ക്ലിപ്പ് എടുത്ത് വീശി സദാചാരത്തിന്റെ സ്റ്റഡി ക്ലാസ് നടത്തുന്നത്. എന്ന് പറഞ്ഞ് തുപ്പുകയാണ് അഞ്ജു പാർവതി പ്രബീഷ്. ആ റിപ്പോർട്ടർ ചാനലിലെ എഡിറ്റോറിയൽ ഡെസ്കിലേക്കാണ്, ഈ മൊട്ട അരുണിന്റെ മുഖത്തേക്കാണ് ഈ അഞ്ജു പാർവതി തുപ്പുന്നത് കേട്ടോ. എന്നിട്ട് അഞ്ജു പാർവതിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് തുടരുകയാണ് ഇങ്ങനെ: രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന രാഷ്ട്രീയ നേതാവിന്റെ കോഴിത്തരം എന്തായാലും മുകളിൽ കണ്ടതുപോലെ നികൃഷ്ടമല്ല. ഏറ്റവും എന്താ പറയാ ആപ്റ്റായ പദപ്രയോഗമാണ് അഞ്ജു പാർവതി നടത്തിയത്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന രാഷ്ട്രീയ നേതാവിന്റെ കോഴിത്തരം, ഇതിന് പറയാ കോഴിത്തരം എന്നാണ്. ഇമ്മതിന് ഒരുപാട് കോഴികൾ നമ്മുടെ ഇടയിലൊക്കെ ഉണ്ട്. ഇങ്ങനെയുള്ള കോഴിത്തരം എന്തായാലും മുകളിൽ കണ്ടതുപോലെ നികൃഷ്ടമല്ല. മൊട്ടാരും ചെയ്തതുപോലെ കൊലയാളിയെ കൊണ്ടിരുത്തിട്ട്, ഒരു പെൺകുട്ടിയെ പിച്ച് ചീന്തിയ കൊലയാളിയെ മുന്നിൽ കൊണ്ടിരുത്തി വെള്ള പൂശുക എന്ന് പറയുന്ന ഏറ്റവും നികൃഷ്ടമായ പരിപാടി എന്തായാലും രാഹുൽ മാങ്കൂട്ടം ചെയ്തിട്ടില്ല. അയാൾ ആരുടെ വീട്ടിലും കടന്നു ചെന്ന് റേപ്പ് ചെയ്തിട്ടില്ല. മനസ്സിലാക്കണം മൊട്ടാരുണെ, മനസ്സിലാക്കണം. രാഹുൽ മാങ്കൂട്ടം ഒരു പെൺകുട്ടിയെ റിനി ആൻഡ് ജോർജിന്റെ വീട്ടിലും അല്ലെങ്കിൽ ഈ പറയുന്ന അവന്തികയുടെ വീട്ടിലോ അല്ലെങ്കിൽ ഈ ഹണി ഭാസ്കറിന്റെ വീട്ടിലോ കടന്നു ചെന്നിട്ട് ബലാത്സംഗം ചെയ്തിട്ടില്ല. ബലാത്സംഗം ചെയ്ത് കൊന്ന് കെട്ടിത്തൂക്കിയിട്ടില്ല. പ്രായപൂർത്തിയാവാത്ത കുട്ടികളെ വേട്ടയാടിയിട്ടില്ല. ഒരു ചൂണ്ടയിട്ട് നോക്കി. ഇതാണ് രാഹുൽ മാങ്കൂട്ടം ചെയ്തത്. ഒരു ചൂണ്ടയിട്ട് നോക്കി. ഇവിടെ പലരും ചൂണ്ടയുമായി നടക്കാറുണ്ട് നമ്മുടെ നാട്ടിൽ. ചൂണ്ടയിൽ കൊത്താതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ട ഒരു കാര്യം. ചൂണ്ടയിട്ട് നോക്കി, അതിൽ ആരെങ്കിലും കൊത്തിയാൽ കിട്ടി, അല്ലെങ്കിൽ ചട്ടി
എന്ന രീതിയിലാണ് ചെയ്തത് രാഹുൽ മാങ്കൂട്ടം. അങ്ങനെയാണ് ചെയ്തത്. നമുക്ക് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ ഫുൾ എപ്പിസോഡ് കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലായി രാഹുൽ മാങ്കൂട്ടം ചെയ്തത് ഇവിടെ ഈ കേരളത്തിൽ രാഷ്ട്രീയ നേതാക്കന്മാരും സിനിമക്കാരും സാംസ്കാരിക നേതാക്കന്മാരും ഉൾപ്പെടെയുള്ള ഒരു പുരുഷ വർഗം സാധാരണ ചെയ്യാറുള്ളത് പോലെ ഒരു ചൂണ്ടയുമായി നടന്നു. ചൂണ്ടയിൽ കൊത്തിയാ കൊത്തിയില്ലെങ്കിൽ ചട്ടി എന്ന രീതിയിൽ നടന്നു. അവസാനം കുറെ ആൾക്കാർക്ക് അതിൽ കൊത്തി. ഇതാണ് ഇപ്പൊ സംഭവിച്ചത്. കൊത്തിയാൽ കിട്ടി അല്ലെങ്കിൽ ചട്ടി എന്ന രീതിയാണ് ചെയ്തത്. പെണ്ണ് തന്നെ വേണ്ട വിധം കൈകാര്യം ചെയ്താൽ തീരുന്ന ടൈപ്പ് ഞരമ്പിസം. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം ഇതാണ്. പെണ്ണ് തന്നെ വേണ്ട വിധം കൈകാര്യം ചെയ്താൽ തീരാവുന്നതേയുള്ളൂ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ കോഴിപ്പരിപാടി അല്ലെങ്കിൽ ഈ ചൂണ്ടൽ പരിപാടി. ഈ പറയുന്ന റിനി ആണെങ്കിലും ഈ പറയുന്ന അവന്തികയാണെങ്കിലും ഹണി ഭാസ്കരൻ പറയുന്ന മറ്റു പെൺകുട്ടികളാണെങ്കിലും ഈ ആനി ജോർജ് പറഞ്ഞു ഡൽഹിയിൽ ഒരുപാട് പെൺകുട്ടികൾ ഇങ്ങനെ ഉണ്ട് എന്നാണ് പറഞ്ഞത്. ഷമാ മോഹൻ പറഞ്ഞു ഇങ്ങനെ വേറെ കുറെ പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിന് ഇയാളൊരു എന്താ പറയാ അമാനുഷ്യനായ മനുഷ്യൻ എന്നൊക്കെ പറയുന്ന മാതിരി ഈ നാട്ടിലെ മുഴുവൻ പെൺകുട്ടികളെയും ഇയാളിങ്ങനെ ഈ വശീകരിച്ചുകൊണ്ട് ചൂണ്ടയിട്ടുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണെന്നാണ് ഇവരൊക്കെ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഇവർക്ക് തന്നെ വളരെ നിഷ്പ്രയാസം നിർത്താവുന്ന അല്ലെങ്കിൽ അവസാനിപ്പിക്കാവുന്ന കാര്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. അതായത് വേണ്ട രീതിയിൽ വേണ്ട വിധം കൈകാര്യം ചെയ്താൽ തീരുന്ന ടൈപ്പ് ഞരമ്പിസം. അതിന് അയാൾ സ്വന്തം പ്രസ്ഥാനം, പദവി എന്നിവ കരുവാക്കി എന്നത് തെറ്റ്. അപ്പൊ രാഹുൽ മാങ്കൂട്ടം ഈ കോഴിപ്പരിപാടിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ചൂണ്ട ഇട്ട് നടക്കുന്ന പരിപാടിക്ക് വേണ്ടിയിട്ട് അയാൾ തന്റെ പ്രസ്ഥാനത്തെയും തന്റെ പദവിയെയും ദുരുപയോഗപ്പെടുത്തി എന്നുള്ളത് ശരി തന്നെ. എന്നത് അത് തെറ്റാണ്. 18 വയസ്സ് കഴിഞ്ഞ ആണിനും പെണ്ണിനും ഉഭയകക്ഷി സമ്മതത്തോടെ ബന്ധപ്പെടാൻ റൈറ്റ് ഉണ്ടെന്നിരിക്കെ അയാളും മറ്റൊരു സ്ത്രീയും തമ്മിലുണ്ടായ ലൈംഗിക ബന്ധത്തെ ഇനി ഒരുപാട് സ്ത്രീകളുമായി അയാൾ ബന്ധപ്പെട്ടു എന്ന് തന്നെ ഇരിക്കട്ടെ, അതൊക്കെ ബലാത്സംഗമാണെങ്കിൽ അല്ലേ ക്രൈം ആകുന്നുള്ളൂ. 18 വയസ്സ് കഴിഞ്ഞ രാഹുൽ മാങ്കൂട്ടവും 18 വയസ്സ് കഴിഞ്ഞ ഈ ഇരകൾ എന്നുള്ള രീതിയിൽ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്ന സ്ത്രീകളും ഇവരെ രാഹുൽ ബലാത്സംഗം ചെയ്തെങ്കിൽ മാത്രമല്ലേ അതൊരു ക്രൈം ആവുന്നുള്ളൂ. ഇവര് പരസ്പരം അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും പറയുന്നതിൽ ഒരു കാര്യമില്ല. അതിലേക്കൊന്നും കടന്നിട്ടില്ല. അതിലേക്കൊന്നും കടന്നിട്ടില്ല. അതല്ലാത്ത രീതിയിലുള്ള ഈ ചൂണ്ടയുമായി നടക്കുന്ന പരിപാടിയേ നടന്നിട്ടുള്ളൂ. സ്ത്രീകളുമായി അയാൾ ബന്ധപ്പെട്ടു എന്ന് തന്നെ ഇരിക്കട്ടെ. അതാണ് അഞ്ജു പാർവതി പറയുന്നത്. എന്താ പറയുക, ഇനി ഒരുപാട് സ്ത്രീകളുമായി അയാൾ ബന്ധപ്പെട്ടു എന്ന് തന്നെ ഇരിക്കട്ടെ, അതൊക്കെ ബലാത്സംഗമാണെങ്കിൽ അല്ലേ ക്രൈം ആകുന്നുള്ളൂ. പിന്നെ ഗർഭഛിദ്രം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിലപ്പുറത്തെ വശത്ത് നിന്ന് ശബ്ദ സാന്നിധ്യമല്ലാത്ത ബോഡി പ്രസൻസ് ഇല്ലെന്നിരിക്കെ അവർ നിയമപരമായി മുന്നോട്ട് പോകാതിരിക്കുവോളം അത് അവർ രണ്ടുപേരുടെ മാത്രം സ്വകാര്യതയല്ലേ. ഈ പറയുന്ന പെൺകുട്ടി ഗർഭിണിയാണ്, താൻ ഗർഭിണിയായി ഇനി എന്താ ചെയ്യുക എന്നൊക്കെ ചോദിക്കുന്ന പെൺകുട്ടിയും രാഹുലും തമ്മിലുള്ള ആ സംഭാഷണം, ഈ പെൺകുട്ടി ആരാണ് എന്താണെന്ന് അറിയാത്തോടത്തോളം കാലം രണ്ടുപേര് തമ്മിലുള്ള അവരുടെ വ്യക്തിപരമായ അവരുടെ സംഭാഷണങ്ങൾ മാത്രമാണ്. അതിൽ പൊതുസമൂഹത്തിന് ഒരു കാര്യവുമില്ല. ഈ പെൺകുട്ടി അല്ലെങ്കിൽ നിയമത്തിന് മുന്നിൽ വന്നു പറയണം, എന്നെ ഇതാ ബലാത്സംഗം ചെയ്ത് ഗർഭിണിയാക്കി എന്ന് പറയണം. അല്ലാതെ എന്താ പറയാ പരസ്പര സമ്മതത്തോടെ പരസ്പര ഇഷ്ടത്തോടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് ഗർഭിണിയായ ശേഷം ഈ രീതിയിലുള്ള ഒരു വൻ ക്രൈം ചെയ്തു എന്നൊക്കെ പറയുന്നതിൽ ഒരു കാര്യവും ഇല്ല. ഇതാണ് വാസ്തവം. അത് രണ്ടുപേരുടെ മാത്രം സ്വകാര്യതയല്ലേ. സോഷ്യൽ മീഡിയയിലാവട്ടെ മൊബൈലിലാവട്ടെ അനാവശ്യ ചാറ്റും കോളുകളും തടയാൻ ഫോണിൽ തന്നെ സംവിധാനം. അതാണ് നേരത്തെ പറഞ്ഞത്. നമ്മുടെ ഒക്കെ ഫോണില് അനാവശ്യ കോളുകളും അനാവശ്യ ചാറ്റുകളും ബ്ലോക്ക് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. എന്നിട്ടും ഉപയോഗിച്ചില്ല എന്ന് വരുമ്പോൾ പുരുഷൻ മാത്രം വില്ലനാവുമോ? ഇതൊന്നും ഉപയോഗിക്കാതിരുന്നാൽ പിന്നെ പുരുഷൻ മാത്രം വില്ലൻ എങ്ങനെയാവുക? ചോദിക്കുന്ന അഞ്ജു പാർവതി എന്ന് പറയുന്ന ഒരു ജേർണലിസ്റ്റാണ് ചോദിക്കുന്നത്. എങ്ങനെ പുരുഷൻ മാത്രം? ഇത് സാധാരണ രാഹുൽ ഈശ്വറൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ് കേട്ടോ. കാരണം ഈ സ്ത്രീകളെ മാത്രം ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ കുറ്റം പറയുമ്പോ ഈ പുരുഷന് മാത്രം നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ കുരിശിലേറ്റുക എന്ന് രാഹുൽ ഈശ്വർ പലപ്പോഴും ചോദിക്കാറുണ്ട്. ഏതാണ്ട് ആ രീതിയിലുള്ള ഒരു ചോദ്യം തന്നെയാണ് അഞ്ജു പാർവതിയും ഉയർത്തുന്നത്. എന്നിട്ടും ഉപയോഗിച്ചില്ലെന്ന് വരുമ്പോൾ പുരുഷൻ മാത്രം വില്ലനാവുമോ? അത് മാത്രമല്ല, രണ്ടുപേർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് അത് പ്രണയമോ സൗഹൃദമോ എന്തോ ആവട്ടെ, രണ്ട് വ്യക്തികൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് അത് പ്രണയമാവാം, സൗഹൃദമാകാം, അതല്ലെങ്കിൽ പരസ്പര ഈ ലൈംഗിക സംതൃപ്തിക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ ബന്ധമാവാം. ഇതൊക്കെ നമ്മുടെ നാട്ടിലെ നിയമ സംവിധാനങ്ങൾ അംഗീകരിച്ച
ബന്ധങ്ങളാണ്, റിലേഷൻസ് ആണ്. അങ്ങനെ എന്തോ ആവട്ടെ, അതിൽ വിശ്വാസവഞ്ചന നടത്തി എന്നതിന്റെ തെളിവാണല്ലോ റെക്കോർഡ് ചെയ്ത് പുറത്തുവിടൽ. ഇതിൽ വിശ്വാസവഞ്ചന നടത്തി എന്നാണ് ഈ റെക്കോർഡ് ചെയ്ത് പുറത്തുവിടൽ. അപ്പോൾ അതിൽ എന്ത് ധാർമ്മിക ശുദ്ധിയാണുള്ളത്? ഇവരൊക്കെ ചെയ്തതിൽ എന്ത് ധാർമ്മിക ശുദ്ധിയാണുള്ളത് എന്ന് അഞ്ചു ചോദിക്കുന്നു. ഇത് ഒരുത്തനെയും വെളുപ്പിക്കാനുള്ള പോസ്റ്റ് അല്ല. ദയവായി ഈ വീഡിയോ കാണുന്ന നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പൊ ഞാനിത് നിങ്ങളോട് സംസാരിക്കുമ്പോഴും അല്ലെങ്കിൽ അഞ്ജു പാർവതി എഴുതിയ പോസ്റ്റ് ആവട്ടെ, ഞാൻ നേരത്തെ പറഞ്ഞ കുറെ കാര്യങ്ങളാവട്ടെ, ഇതൊരിക്കലും രാഹുൽ മാങ്കൂട്ടത്തിലിനെ വെളുപ്പിക്കാനുള്ളതല്ല. കുറെ സത്യങ്ങൾ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം ഇതെല്ലാം പാടെ കേട്ടാ വിചാരിക്കും കേരളത്തിൽ രാഹുൽ മാങ്കൂട്ടമാണ് ഏറ്റവും വലിയ ഒരു 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 റേപ്പിസ്റ്റ് എന്നോ അല്ലെങ്കിൽ സ്ത്രീ പീഡകനെന്നോ ഒക്കെയാണ് നമുക്ക് തോന്നുക. രാഹുൽ മാങ്കൂട്ടം ഈ നാട്ടിൽ ഒരുപാട് കോഴികളുള്ള കൂടെ അയാൾ ഒരു കോഴിയാണ്. കുറെ ആൾക്കാർ ഈ ചൂണ്ടൽ കൊണ്ട് നടക്കുന്ന പോലെ അയാൾ ഒരു ചൂണ്ടലും കൊണ്ട് നടന്നു. കുറെ ആൾക്കാർ കൊത്തി, കുറെ ആൾക്കാർ കൊത്തിയില്ല, അത്രയേ ഉള്ളൂ. ഇത് ഒരുത്തനെയും വെളുപ്പിക്കാനുള്ള പോസ്റ്റ് അല്ല. തെറ്റ് ചെയ്തവൻ വെള്ളം കുടിക്കണം, കുടിക്കട്ടെ ലിറ്റർ കണക്കിന്. അത് കേവലം ഒരുത്തൻ മാത്രമല്ല, കുടിക്കുമ്പോൾ എല്ലാവരും കുടിക്കണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് രാഹുൽ മാങ്കൂട്ടം മാത്രം വെള്ളം കുടിച്ചാൽ മതി എന്ന് പറയുന്നത് അത് ശരിയല്ല. ഇപ്പൊ ഗോവിന്ദ മാഷും ഈ പറയുന്ന SFIയിലെ കുട്ടികളും DYFIക്കാരും എല്ലാരും പറയുന്ന പോലെ രാഹുൽ 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 എന്നല്ല പറയേണ്ടത്. ആരൊക്കെ ഇമ്മാതിരി തെമ്മാടിത്തോടെ കളിച്ചിട്ടുണ്ടോ ഇവരെല്ലാവരും, മുകേഷ് ആവട്ടെ, ശ്രീരാമകൃഷ്ണൻ ആവട്ടെ, ഐസക് ആവട്ടെ, പിന്നെ ആരാണ് കടകംപള്ളി സുരേന്ദ്രൻ ആവട്ടെ, മറ്റേ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ P ശശി ആവട്ടെ, മറ്റേ PK ശശി ആവട്ടെ, അങ്ങേ പുറത്തെ മുലപ്പാലിന് വേണ്ടിയിട്ട് ദാഹിച്ചു നടന്ന രവീന്ദ്രൻ ആവട്ടെ, ഇമ്മാതിരി ആൾക്കാർ മുഴുവൻ എല്ലാവരെയും നിരത്തി നിർത്തി അതിനുള്ള ചങ്കൂറ്റമുണ്ടോ? അതിനുള്ള ധൈര്യമുണ്ടോ ഇവിടുത്തെ മാപ്രകൾക്ക്, ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർക്ക്, ഈ മൊട്ട അരുണിനൊക്കെ? ഈ രാഹുൽ മാങ്കുട്ടത്തിനെതിരെ ഇങ്ങനെ ഉറഞ്ഞു തുള്ളുന്ന പോലെ മുകേഷിനെതിരെ, P ശശിക്കെതിരെ, PK ശശിക്കെതിരെ മിണ്ടാൻ ധൈര്യമുണ്ടോ അരുണെ? കലോത്സവം റിപ്പോർട്ട് ചെയ്യാൻ പോയിട്ട് കൊച്ചു പിള്ളേരെ നോക്കി വെള്ളം ഇറക്കിയവനും ആ കൊതി കണ്ട് സ്റ്റുഡിയോ ഫ്ലോറിൽ നിന്ന് ആവേശം പകർന്നവനും ഒക്കെ തമ്മാടികൾ തന്നെയാണ്. മാധ്യമ പ്രവർത്തകർ ഓർക്കണം നിങ്ങൾ ചെയ്ത കുറെ തെണ്ടിത്തരങ്ങൾ. സ്വന്തം ഉമ്മറത്ത് കിടക്കുന്ന അപ്പിയിൽ ചവിട്ടാതെ അപ്പുറത്ത് പറമ്പിൽ കിടക്കുന്ന കാക്കക്കാട്ടം കണ്ടിട്ട് അത് അയ്യേ എന്ന് വിളിക്കുന്ന ഓരോരുത്തന്മാരോടും പുച്ഛം മാത്രം. ഒരു തവണ കൂടി ആ അവസാന സെന്റൻസ് നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു. അഞ്ജു പാർവതി പ്രഭീഷിന് കടപ്പാട് അറിയിച്ചുകൊണ്ട് ആ വാചകം ഇങ്ങനെയാണ്: സ്വന്തം ഉമ്മറത്ത് കിടക്കുന്ന അപ്പിയിൽ ചവിട്ടാതെ അപ്പുറത്തെ പറമ്പിൽ കിടക്കുന്ന കാക്കക്കാട്ടം കണ്ട് അയ്യേ എന്ന് വിളിക്കുന്ന ഓരോരുത്തന്മാരോടും പുച്ഛം മാത്രം. ഇമ്മാതിരി റിപ്പോർട്ടർ ചാനല്, ഏഷ്യാനെറ്റ് ചാനല്, മാതൃഭൂമി, മനോരമ, 24 തുടങ്ങിയ ചാനലുകളിലെ മാധ്യമ പ്രവർത്തകരോട് പുച്ഛം മാത്രം. ഇതാണ് സംഭവിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടം ഇതുവരെ രാജി വെച്ചിട്ടില്ല. അടുത്ത ഏതാനും മണിക്കൂറുകൾക്ക് അകം ചിലപ്പോൾ രാജി വെച്ചേക്കാം. മിക്കവാറും വെക്കാനാണ് സാധ്യത. കാരണം ആ രീതിയിലാണ് കോൺഗ്രസിനുള്ളിലെ നീക്കങ്ങളൊക്കെ നടക്കുന്നത്. രാജി വെക്കുന്നതോടുകൂടി സതീശൻ വിചാരിക്കും, VD സതീശൻ വിചാരിക്കും, രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ടാണ് രാജി വെപ്പിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ് കംപ്ലീറ്റ് ശുദ്ധിയായി, കോൺഗ്രസ്സുകാർക്ക് ഞെളിഞ്ഞു നടക്കാന്നൊക്കെ ആയിരിക്കും വിചാരിക്കുക. പക്ഷെ മോനെ, CPM ആണ് അപ്പുറത്ത്. നിങ്ങൾ ഇനി ഏത് ഗംഗാ ജലത്തിൽ പോയിട്ട് 10,000 വട്ടം മുങ്ങിയാലും അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും CPMന്റെ പ്രധാന ആരോപണം നിങ്ങൾ പെണ്ണുപിടിയന്മാർ എന്നുള്ളത് തന്നെയായിരിക്കും. BJP ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞു. BJP നേരിട്ട് എങ്ങോട്ടാന്ന് പറയും. ഏറ്റവും പുതിയ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത്, ഏറ്റവും പുതിയ വാർത്ത എന്ന് പറയുന്നത്, BJPക്കാര് രാഹുലും എന്ന പേരിൽ ഒരു എക്സിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അത്ര. അതായത് നമ്മുടെ ഡൽഹിയിലെ രാഹുൽ ഗാന്ധിയും രാഹുൽ മാങ്കൂട്ടവും പരസ്പരം നോക്കി പുഞ്ചിരിക്കുന്ന പടമിട്ടിട്ട്, ഇതാ കേരളത്തിലെ രാഹുൽ എന്ന് പേരായ ഒരു സ്ത്രീ പീഡകൻ, കേരളത്തിലെ രാഹുൽ എന്ന് പേരായ സ്ത്രീ പീഡകനും ഡൽഹിയിലെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ എല്ലാമായ രാഹുലും നേർക്കുനേർ, രാഹുലും ആ രീതിയിൽ BJPയും അവരുടെ എല്ലാവിധ ഈ രീതിയിലുള്ള അസ്ത്രങ്ങളും പ്രയോഗിക്കുകയാണ് വരുന്നത്. എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് 8-9 മാസങ്ങൾക്കകം നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്നു. ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ശക്തമായ ത്രികോണ മത്സരം വരും. UDF ആകെ മൂട് കീറിയിരിക്കുകയാണ്. ഇവർക്ക് ഒരു തരത്തിലും രക്ഷപ്പെടാൻ പറ്റില്ല. CPMന്റെ കാര്യം നേരത്തെ അറിയാലോ, ഭരണവിരുദ്ധ വികാരത്തിന്റെ അങ്ങേ തലയിൽ. കാരണം ശിവൻകുട്ടി ആവട്ടെ, വീണ ജോർജ് ആവട്ടെ, മറ്റേ മോള് വീണയാവട്ടെ, മാസപ്പടി ആവട്ടെ, നിരവധിയായ പ്രശ്നങ്ങൾ CPMനെ കാത്തിരിക്കുന്നു.
വളരെ കൃത്യമായി അമിത്ഷാ പറഞ്ഞ പോലെ 2026 BJP ഭരണം പിടിക്കും എന്ന് പറഞ്ഞ അമിത്ഷായുടെ വാക്കുകൾ അങ്ങനെ പിണറായി വിജയന് അതൊരു സ്വപ്നം മാത്രമാണ് എന്ന് പറഞ്ഞിരിക്കാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.